ഓക്കെ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ പരിചയപ്പെടുത്താൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ബിഗിനേഴ്സിന് പറ്റിയ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. സോ ഒരു ഫ്രീ ഇൻഡിക്കേറ്റർ ആണിത്. ഇത് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. MSB കാര്യങ്ങൾ, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഡിക്കേറ്ററിനെ കൊണ്ട്. ഈ ഇൻഡിക്കേറ്റർ തികച്ചും ഫ്രീ ആണ്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഒരൊറ്റ ഇൻഡിക്കേറ്ററിനെ കുറിച്ചേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ആ ഇൻഡിക്കേറ്ററിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആൻഡ് ഓർഡർ ബ്ലോക്ക് ബൈ EMR-KB. EMR-KB എന്നാണ് ഇതിൻ്റെ പേര്. സോ ഞാനത് ഇവിടെ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അത് ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ഉപയോഗങ്ങൾ. ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ചേഞ്ചും അതേപോലെ തന്നെ MSB ഇതുണ്ടാവും, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കും കാര്യങ്ങളൊക്കെ. സോ ഇതെന്ന് പറയുന്നത് ഒരു അടിപൊളി ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അടിപൊളിയായിട്ട് ഈ ഇൻഡിക്കേറ്റർ വർക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതായത് കുറച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഓർഡർ ബ്ലോക്ക്, അതായത് MSB ഉണ്ടോ അവിടെ, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ഇവിടെ കണ്ടോ. സോ നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടല്ലോ, ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കുന്നില്ല, അതന്നെ സംഭവം. ഇതിവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെയാണ് നമുക്ക് അടുത്ത OB ആയിട്ട് കണക്കൂട്ടുന്നത്. നമ്മൾ ഏത് ടൈം ഫ്രെയിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ടൈം ഫ്രെയിംസിലും ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഓരോ ടൈം ഫ്രെയിംസിലും ഉണ്ട്. ഹയർ ടൈം ഫ്രെയിംസിലും ഉണ്ട്, ലോവർ ടൈം ഫ്രെയിംസിലും ഉണ്ട്, എല്ലാ ടൈം ഫ്രെയിംസിലും ഉണ്ട്. സോ ഇത് ലേറ്റസ്റ്റ് മാർക്കറ്റാണ് ഇത് കാണിച്ചു തരിക. സോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടൂള് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ മാർക്കറ്റ് ഇനി തിരിച്ച് ഈ ലെവലിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ എത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇത് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. ബിഗിനേഴ്സിന് ഇതിന് ഞാൻ ഓർഡർ ബ്ലോക്ക് ഒന്നും ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയണില്ല. ബിഗിനേഴ്സിന് ഇതിന് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് കണ്ടുപിടിക്കാൻ ഇതിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറ്റും. അതായത് MSB ഉണ്ടോ ഇവിടെ, MSB ഇതൊക്കെ കണ്ടുപിടിക്കാൻ സുഖമായിട്ട് പറ്റും, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച്. സോ ബിഗിനേഴ്സിനാണ്. അഡ്വാൻസ്ഡ് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് ഇത് യൂസ് ചെയ്തിട്ട് നല്ലപോലെ ട്രേഡ് ചെയ്യാൻ വയ്ക്കും. ഓക്കെ, സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ വന്നാൽ മതി, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആൻഡ് ഓർഡർ ബ്ലോക്ക് ബൈ EMR-KB ആണ് കേട്ടോ. സോ ഇതാണ്. ഇതേപോലെ തന്നെ വേറൊരു ഇതും കൂടി ഉണ്ട് നമ്മളെ കയ്യിൽ, അതെന്തായാലും നമ്മൾ ഉടനെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും. അപ്പോൾ അതുവരേക്കും